ഈ ഞാനും രണ്ട് പെറ്റതാണ് അടങ്ങിക്കിടക്ക അവിടെ എന്ന് പറയുന്ന ഡോക്ടർ തിരിച്ചറിയാത്തത് അവരല്ല മറ്റത് കിടക്കുന്നത്. ഞാൻ സഹിച്ചതുകൊണ്ട് നീയും സഹിക്ക് എന്ന് പറയുന്നത് ഒരു കാടത്തമാണ്. ഒരു സാമാന്യ നീതി ഉണ്ടെങ്കിൽ രോഗത്തിന് മാത്രം പഠിക്കുകയാണോ വേണ്ടത്, കഷ്ടപ്പാട് പഠിക്കണ്ടേ? നമ്മൾ തനിച്ചാവുമ്പോൾ വേദന എന്നുള്ള അനുഭവം വളരെ കൂടും. കാരണം കുറേയധികം മനസ്സിൻ്റെ സൃഷ്ടിയായി. വേദന ചികിത്സിക്കാൻ പഠിക്കാൻ എന്താ പാട്? പഠിക്കണ്ടേ? ഏത് ഡോക്ടറും അറിഞ്ഞിരിക്കണ്ടേ? ഏത് നഴ്സും അറിഞ്ഞിരിക്കണ്ടേ? അങ്ങനെയല്ലേ വേണ്ടത്? ഒരു സാമാന്യ നീതി ഉണ്ടെങ്കിൽ രോഗത്തിന് മാത്രം പഠിക്കുകയാണോ വേണ്ടത്, കഷ്ടപ്പാട് പഠിക്കണ്ടേ? അപ്പോൾ അങ്ങനെ പഠിക്കണം എന്നുള്ളതാണ് അതിൻ്റെ പുറകിലുള്ള തത്വം. എന്തുകൊണ്ട് അതല്ലാത്തതെന്ന് ഡോക്ടർ അല്ലാത്തത് കൊണ്ട് ആ ചോദ്യം മനസ്സിൽ വന്നു. ഞങ്ങളിത് പഠിച്ചത് മുഴുവൻ രോഗത്തിനെ പറ്റിയായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു ചുമതലയുണ്ടോ, അതിപ്പോൾ എങ്ങനെയാണെന്ന് ചോദിക്കുന്നൊരു സ്ഥിതിയായി. പക്ഷേ എന്തുകൊണ്ടങ്ങനെ ആയിപ്പോയി എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു പുറകിലേക്ക് പോയാൽ വലിയ പല കാര്യങ്ങളും ഉണ്ടാകും. ഒരു അരനൂറ്റാണ്ടിൽ നമ്മൾ കൂടുതൽ ഉപകരണങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചു. ഈ എൻ്റെ ഒരു ചെറുപ്പത്തിലൊന്നും ഒരു 1980s വരെ ഞാൻ ഡോക്ടറായി 10-20 വർഷത്തേക്ക് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി എന്നൊരു വാക്ക് കേട്ടിട്ടില്ല. ഹെൽത്ത് സർവീസേ ഉണ്ടായിരുന്നുള്ളൂ. ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ഞാൻ ആദ്യം കേൾക്കുന്നത് കോഴിക്കോട് ആദ്യത്തെ CT സ്കാൻ വരുമ്പോൾ അതിനെ പ്രൊമോട്ട് ചെയ്യാൻ എൻ്റെ വീട്ടിൽ ഡോക്ടർമാരുടെ വീടുകളിൽ കയറി നടക്കുന്ന റെപ്രസെൻറ്റേറ്റീവ് എന്നാണ് കേട്ടത്. ഇൻഡസ്ട്രിയുടെ പ്രോഫിറ്റ് അല്ലേ മോട്ടീവ്? അപ്പോൾ ഇങ്ങനെ പല കാര്യവും കാണും. ഇത് വേറൊരു സംശയം ഡോക്ടർ, നമ്മൾ ഈ വേദനയെ ഭയങ്കരമായിട്ട് ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു സമൂഹമാണ് പൊതുവെ ഒരു ഇന്ത്യൻ സമൂഹം, പ്രത്യേകിച്ചും കേരളത്തിൽ. ഇപ്പോൾ നോർമൽ ഡെലിവറിയെ സുഖപ്രസവം എന്ന് വിളിക്കുന്ന ഒരു സമൂഹമാണ്. അവിടെ ഒരു വേദനയെ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു ഇൻഡയറക്റ്റ് ഒരു സംഭവം ഉണ്ട്. അതാണോ ഇതിൻ്റെ ഒരു റീസൺ? അത് ഒരു വളരെ തത്വശാസ്ത്രപരമായ ഒരു ഫിലോസോഫിക്കൽ ആറ്റിറ്റ്യൂഡാണ് ലാഫിങ് അറ്റ് പെയിൻ. ഇറ്റ്സ് ഒരു ഫിലോസഫറുടെ ഡെഫിനേഷൻ, സംബഡി ഹു ക്യാൻ ലാഫ് അറ്റ് പെയിൻ സോ ലോങ് ആസ് ദ പെയിൻ ഇസ് സംബഡി എൽസസ്. സ്വന്തം വേദന വരുമ്പോൾ കഥ മാറി. എല്ലാവർക്കും ഉള്ളതല്ലേ. All women go through this. Why do you make it a big issue? You're actually belittling the psychology of the person who's actually on the verge of a lot of tension. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു നോർമലൈസിങ് ആസ്പെക്ട് ഉണ്ട്. ആൻഡ് അതിൽ തന്നെ ഡോക്ടേഴ്സ് ഓൾസോ ആർ എ പാർട്ട് ഓഫ് ഇറ്റ്, ബിക്കോസ് ദേ ജസ്റ്റ് പൈൽ യു ഓൺ പെയിൻ കില്ലേഴ്സ് റാദർ ദൻ ഡോക്ടർ പറഞ്ഞ ഒരു സൈക്കോളജിക്കൽ ലെവലിൽ പോകുന്നതിനേക്കാളും they just pile you on with painkillers. അല്ല, ഈ പറഞ്ഞത് ഇൻഡസ്ട്രിയുടെ ഒരു ഭാഗമൊന്നുമല്ല. അല്ല, ഞാൻ പറയുന്നത് ഇപ്പൊ ഡെലിവറിക്ക് പെയിൻ ഉണ്ടെങ്കിൽ പെയിൻലെസ് ഡെലിവറി ഓപ്ഷൻ എപ്പിഡ്യൂറൽ ഇഞ്ചക്ഷൻ എടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ അത് മാർക്കറ്റ് ചെയ്യുന്ന ആളുകൾ സെപ്പറേറ്റ് വിങ് ഉണ്ട്. അവർ നമ്മളെ സമീപിക്കും, നിങ്ങൾക്ക് ആ ഓപ്ഷൻ തിരഞ്ഞെടുക്കണോ, അങ്ങനെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഇത്ര പേ ചെയ്യണം, ഇങ്ങനെ ആയിരിക്കാം എന്ന് പറയുന്നുണ്ട്. ഈ പറഞ്ഞത് ഇൻഡസ്ട്രിയുടെ ഒരു നല്ല വശമാണെന്ന് ഞാൻ പറയും. പക്ഷേ അൾട്ടിമേറ്റ്ലി അതാണല്ലോ, ഏത് രീതിയിൽ പെയിൻ ഇല്ലാതാക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്യണമല്ലോ. അല്ല, ഇതിപ്പോൾ ആണുങ്ങൾക്കും പറയാൻ എളുപ്പമുണ്ട്. അതങ്ങനെയാണ്. ചിലപ്പോൾ നമുക്ക് റിലിജിയസ് ഇതിന് ഒരു കൊട്ടേഷനും ഒക്കെ പറയാം. ഇൻ പെയിൻ ഷാൽ ദൗ ബ്രിങ് ഫോർത്ത് ചിൽഡ്രൻ എന്ന് പണ്ട് ഔവയെ ശപിച്ച കഥ വരെ പറയാം. പക്ഷേ അതിന് മറുവശം ഒരു ആദ്യത്തെ ഏർലി കാലത്തെ ഒരു വേദന ചികിത്സിച്ച ഒരു അനസ്തീഷ്യ കണ്ടുപിടിച്ച കാലത്തെ ഒരാൾ പറഞ്ഞു, അത് ഒറിജിനൽ ഹീബ്രുവിൽ പെയിൻ എന്നല്ല വാക്ക്, വിത്ത് ലേബർ എന്നുള്ളതായിരുന്നു. ലേബർ എന്ന് പറയുമ്പോൾ തന്നെ കുറച്ച് ജോലിയുണ്ട് എന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ സാധനം നിൽക്കട്ടെ. ഇവിടെ ആണുങ്ങൾക്ക് അത് പറയാൻ എളുപ്പമാണ്. പക്ഷെ പലപ്പോഴും ഞാനും രണ്ട് പറ്റതാ, ഇങ്ങനെ കിടന്ന് വെള്ളം വയ്ക്കാനൊന്നുമില്ല, അവിടെ കിടന്നാൽ മതി, വളരെ കോമൺ. ഇതിലൊരു കാര്യം, ഇത് ടൈം ലിമിറ്റഡാണ്. നമുക്ക് ഒരു 1.5 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു വേദനയാണെങ്കിൽ ഈ അനുഭവിച്ച വ്യക്തി ഇത് പറയില്ല. കുറച്ച് കാലം കൊണ്ട് കഴിഞ്ഞല്ലോ 2 മതി
എന്ന് പറയുന്ന ഒരവസ്ഥയിലെത്തും മനസ്സ് ആയിരിക്കാം. പക്ഷേ ഈ പറഞ്ഞത് ഒരു ഫിലോസോഫിക്കൽ ആറ്റിറ്റ്യൂഡ് ടു പെയിൻ ആക്ച്വലി വർക്ക്സ് ഓൺലി വെൻ ആ വേദന അനുഭവിക്കുന്നത് വേറെ ആരെങ്കിലും ആണെങ്കിലേ ഉള്ളൂ. ഞാൻ 3 സാധാരണ മതത്തിലെയും വലിയ ആചാര്യന്മാരെ ചികിത്സിച്ചിട്ടുണ്ട്. ഈ വേദനയെ ആ തുടക്കത്തിലൊക്കെ ഉണ്ടാവും, ഡിസോസിയേറ്റ് മൈൻഡ് ഫ്രം ദി ബോഡി. രമണ മഹർഷിയുടെ കഥ. രമണ മഹർഷിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ നേരത്ത് സർജൻ ചോദിച്ചു അനസ്തീഷ്യ തരട്ടെ, അതിന് മുമ്പ് അനസ്തീഷ്യ തരട്ടെ എന്ന് വെച്ച് വേണ്ടെന്ന് പറഞ്ഞു. ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ചോദിച്ചു, ഡോണ്ട് യു ഹാവ് പെയിൻ? ഉടമ്പക്കിരുക്ക് എനക്കെന്നാ, ഓക്കെ ശരീരം വേദനിച്ചോട്ടെ, എന്നെ അത് അഫക്റ്റ് ചെയ്യുന്നില്ല എന്നും പറയുന്നത് ഒരു ടൈം ബൗണ്ട് പെയിനിലേ പറ്റൂ. അത്രയും ശക്തി എനിക്കൊന്നുമില്ല അങ്ങനെ ഉള്ളവർക്ക്. പക്ഷേ അദ്ദേഹവും 3ാമത്തെ ക്യാൻസർ ബാധിച്ചു കഴിഞ്ഞ് പിന്നെ ഓപ്പറേഷൻ ചെയ്യാനൊക്കെ ഇല്ല എന്നുള്ള സ്ഥിതിയായപ്പോൾ രാത്രിയിൽ കിടന്ന് കരയുന്നത് പുറത്ത് കേൾക്കായിരുന്നു, എത്രയൊക്കെ മനസ്സിനെ ഡിസോസിയേറ്റ് ചെയ്താലും. അപ്പോൾ ഈ ലേബർ പെയിനിൽ ഈ ഒരു ആസ്പെക്റ്റ് ടൈം ബൗണ്ടാണെന്നാണ്, മറ്റത് ഇൻഡെഫിനിറ്റാണ്. ആൻഡ് വേദന കീപ്സ് മൗണ്ടിങ്. വേദന കൂടുതൽ വേദനയുണ്ടാക്കും. വേദന എസെൻഷ്യലി പ്രൊട്ടക്റ്റീവാണ്. എന്തിനാണ് ശരീരത്തിന് വേദന തന്നത്? പടച്ചവൻ കൈ സൂചി വന്നാൽ വിഡ്രോ ചെയ്യും. വേദന ഇല്ലാതെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ഒരു റെയർ അനോമലിയാണ്. ഒരു 2 വയസ്സിൽ കൂടുതൽ ജീവിക്കില്ല. അവർക്ക് പിന്നെ തീ പൊള്ളും, എന്തെങ്കിലും ഇഞ്ചുറിയും, കൈയൊടിയും, കാലൊടിയും, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ വേദന പ്രൊട്ടക്റ്റീവാണ്. അപ്പോൾ വേദന മാറി, വേദന ഉള്ള സ്ഥലത്ത് നിന്ന് ഓടിപ്പൊക്കോ, രക്ഷപ്പെട്ടോ എന്നാണ് ഈ വേദന പറയുന്നത്. എവിടെ പോകാനാ ഇത്തരം ഒരു അസുഖത്തിൽ? അപ്പോൾ നമ്മുടെ വേദനയെ ശരീരം കൂട്ടി തരും. ഒരു ന്യൂറോളജിക്കൽ ഫിനോമിനുണ്ട്, പെയിൻ കോസസ് മോർ ആൻഡ് മോർ പെയിൻ. അപ്പോൾ ഇത് ഒരു ഇഷ്യൂ ആണ്. ഈ അതിനെ ഫൈനാൻഷ്യലി എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞില്ലേ. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഈ ഒരു പ്രൊസീജിയർ, അതൊരു ഡയഗ്നോസ്റ്റിക് ആവാം, ഒരു MRI സ്കാൻ ഒരെണ്ണത്തിന് ചാർജ് ചെയ്യുന്നത്. അതുപോലെ ഒരു സർജറി, റോബോട്ടിക് സർജറി, ഒരു ഹാർട്ട് സർജറി, ഒരു പ്രാവശ്യത്തെ സാധനം ബില്ല് ചെയ്യാൻ എളുപ്പമുണ്ട്. പക്ഷേ മറ്റത് ഈ ലേബറിന് എപ്പിഡ്യൂറൽ എന്ന് പറഞ്ഞാൽ ഒരു എപ്പിഡ്യൂറൽ കത്തീറ്റർ ഇട്ടിട്ട് ഡോക്ടർക്ക് ഓടിപ്പോകാൻ പറ്റില്ല. അവിടെ കൂടെ നിൽക്കേണ്ടി വരും. അവിടെ ഒരു നല്ല പരിചയസമ്പന്നനോ ആയ ഒരു ആരോഗ്യ പ്രവർത്തകൻ അവിടെ എപ്പോഴും ഉണ്ടാവണം. കാരണം ഇല്ലെങ്കിൽ അതൊരു അപകടം പിടിച്ച പ്രക്രിയയാണ്. അതിൻ്റെ കൂടെ BP കുഴപ്പം. ഇത് ഏത് ലെവലിൽ പോകണം പ്രത്യേകിച്ച് എക്സ്പെർട്ടൈസ് ചെയ്യേണ്ട കാര്യമാണ്. അല്ലാതെ നമുക്കൊരു ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് മാറുന്നത് പോലെ അല്ല. അപ്പോൾ ആ ഹ്യൂമൻ റിസോഴ്സസ് അവിടെ ഉണ്ടാവണം, ട്രെയിൻഡ് ഹ്യൂമൻ റിസോഴ്സസ്, വിച്ച് വിൽ ബി എക്സ്പെൻസീവ്. ഒരു ദിവസം അത് ചെയ്യുന്നതിന് എത്രത്തോളം ബില്ല് ചെയ്യാൻ പറ്റും? ഒരു പരിമിതിയുണ്ട്. അപ്പോൾ ഇത് ഒരു ഒറ്റ പ്രൊസീജിയർ ചെയ്യുന്നത് പോലെയോ ഒരു സ്കാൻ ചെയ്യുന്നത് പോലെയോ സാമ്പത്തികമായിട്ട് അത്ര തന്നെ അട്രാക്റ്റീവ് ആവില്ല ഇതുപോലുള്ളത്. അതൊരു പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെയുള്ളതിനാണ് കൂടുതൽ പ്രാമുഖ്യം വരുന്നത്. അപ്പോൾ ഇത് ലേബർ പെയിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അത് എല്ലാ മനുഷ്യരും ഒരുപോലാണോ? ഈ ഞാനും 2 പെറ്റതാണ്, അടങ്ങിക്കിടക്ക അവിടെ എന്ന് പറയുന്ന ഡോക്ടർ തിരിച്ചറിയാത്തത് അവരല്ല മറ്റത് കിടക്കുന്നത്. ഓരോരുത്തരുടെയും വേദന സഹിക്കാനുള്ള ശാരീരിക മാനസിക കഴിവുകൾക്ക് വ്യത്യാസം ഉണ്ടാകും. അത് നമ്മൾ തിരിച്ചറിയണം. ഞാൻ സഹിച്ചതുകൊണ്ട് നീയും സഹിക്കുക എന്ന് പറയുന്നത് ഒരു കാടത്തമാണ്. അപ്പോൾ ഇതിലെല്ലാം ഒരു കമേഴ്ഷ്യൽ ആംഗിൾ ഉണ്ടാവാം. പക്ഷേ അതാരാ ഡിമാൻഡ് ചെയ്യേണ്ടത്? വേദനിക്കുന്നവർക്കൊരു അസോസിയേഷനിലല്ലോ. കാരണം അവനൊന്ന് വേദനിച്ച് നരകിക്കുകയല്ലാതെ അവരുടെ കുടുംബാംഗങ്ങൾക്കും അസോസിയേഷനിലല്ലോ. ഒരു വോട്ട് ബാങ്ക് ഇല്ലെങ്കിൽ ഹൂ വിൽ ഡിമാൻഡ്? യു വിൽ, മീഡിയ വിൽ. പെയിൻ ടോളറൻസ് മെന്റൽ സ്ട്രെങ്ത്തിന്റെ റിഫ്ലക്ഷൻ ആണോ? മോസ്റ്റ്ലി മാനസിക സാമൂഹ്യ.
അതായത് ഈ ശാരീരികമായിട്ട് വ്യത്യാസം ഉണ്ടാവാൻ വളരെ മിനിമലാണ്. വേദന ഒരു സൂചി ഇങ്ങനെ കയറ്റിയാൽ എത്രത്തോളം വേദനിക്കുമെന്നുള്ളത് ആ നെർവ് ഇമ്പൾസസിൻ്റെ കണക്ക് വെച്ച് നോക്കിയാൽ വളരെ ലിമിറ്റഡ് വ്യത്യാസമേ ഉണ്ടാവും. മിക്കവാറും എല്ലാവർക്കും ഒരുപോലെ. അതിന് നമ്മളെങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതിലാണ് വ്യത്യാസം വരുന്നത്. ഒഫീഷ്യൽ വേദനയുടെ ഡെഫിനിഷൻ തന്നെ പെയിൻ ഇസ് എ സെൻസറി ആൻഡ് എമോഷണൽ എക്സ്പീരിയൻസ്. വേദന എന്ന് വെച്ചാൽ സെൻസറിയുടെ പറ്റിയ വാക്ക് കിട്ടുന്നില്ല, ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരു അനുഭവമാണ്. ആ അനുഭവം മനസ്സിൻ്റെ വ്യത്യാസമനുസരിച്ച് വ്യത്യാസപ്പെടും. പെട്ടെന്നൊരു ദിവസം ഒന്ന് ഡൽഹിക്ക് പോകേണ്ടി വന്നു. ഒരു ഹോട്ടൽ മുറി കിടക്കുന്നു, രാത്രി ഒരു തലവേദന, ആരുമില്ല. എന്തെല്ലാം അനുഭവങ്ങളായിരിക്കും. ഇതെന്താണ്, ഈ വല്ല ബ്രെയിൻ ട്യൂമറോ വല്ലതും ആണോ? വാട്ട്സ് ഹാപ്പനിങ് ടു മീ? ഞാൻ രാവിലെ ജീവനോടെ ഉണ്ടാവുമോ? ഇങ്ങനെ പല സംശയങ്ങളായിരിക്കും. നമ്മൾ തനിച്ചാവുമ്പോൾ വേദന എന്നുള്ള അനുഭവം വളരെ കൂടും. കാരണം കുറേയധികം മനസ്സിൻ്റെ സൃഷ്ടിയായി. അതേസമയം സപ്പോർട്ടീവായിട്ടൊരു സിസ്റ്റമുണ്ട്, കൂടെ നിൽക്കാൻ ആളുണ്ട്, ഒരു പ്ലാനുണ്ട്. നമുക്ക് രാവിലെ തന്നെ ആശുപത്രിയിൽ പോകാം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കുറച്ച് എമോഷണൽ എക്സ്പീരിയൻസ് കുറയും. അപ്പോൾ വളരെ പ്രസക്തമായൊരു ചോദ്യമായിരുന്നു ചോദിച്ചിരുന്നത്. അതെ, ശാരീരികവും മാനസികവുമായ അനുഭവമാണ് വേദന. വ്യക്തിയുടെ മാനസികാവസ്ഥയും സാമൂഹിക അവസ്ഥയും അനുസരിച്ച് അതിന് വ്യത്യാസവും വരാം.